ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 1 മുതൽ 5 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത്? 2026 നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഉത്തരം ജപ്പാൻ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്രയാണ്? കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം. ഉത്തരം 369 രൂപ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ്. 400 രൂപയാണ് ഹരിയാനയിൽ ലഭിക്കുന്ന തൊഴിലുറപ്പ് വേതനം. ഏറ്റവും കുറവ് തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശിലുമാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഉത്തരം ശനി. 274 ഉപഗ്രഹങ്ങളാണ് നിലവിൽ ശനിക്കുള്ളത്. വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 95 ഉപഗ്രഹങ്ങളാണ് നിലവിൽ ഉള്ളത്. IQ എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? IQ എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ഉത്തരം ബഹാമസ്. 2-ാം സ്ഥാനത്ത് ബർമുഡ, 3-ാം സ്ഥാനത്ത് ഫ്രഞ്ച് പൊളിനേഷ്യ. ലോകത്ത് ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5-ാം സ്ഥാനത്ത്. ഏറ്റവും മലിനമായ രാജ്യം ചാഡ്, 2-ാമത് ബംഗ്ലാദേശ്, 3-ാമത് പാകിസ്ഥാൻ. ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം ടൊവിനോ തോമസ്. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി അവയുടെ ആവാസ വ്യവസ്ഥയിൽ എത്തിക്കുവാനും പൊതുജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനുമായി വനം വകുപ്പ് ആവിഷ്കരിച്ചതാണ് സർപ്പ ആപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം. ഉത്തരം പാമ്പൻ പാലം. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഏത്? ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി. ഗ്രാമയാത്ര. MF ഹുസൈൻ വരച്ച ഗ്രാമയാത്ര എന്ന ചിത്രമാണ് ലോകത്ത് ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം. ന്യൂയോർക്കിൽ നടന്ന ലേലത്തിൽ $1.38 കോടി അഥവാ ഏകദേശം 118 കോടി രൂപയ്ക്കാണ് ഗ്രാമയാത്ര എന്ന ചിത്രം വിറ്റുപോയത്. 2023 ലക്ഷം ഡോളറിന് അഥവാ ഏകദേശം 63 കോടി രൂപയ്ക്ക് വിറ്റുപോയ അമൃത ഷർഗിലിന്റെ ദ സ്റ്റോറി ടെല്ലർ എന്ന ചിത്രമാണ് മുൻപ് ഏറ്റവും വലിയ തുക കരസ്ഥമാക്കിയ ഇന്ത്യൻ ചിത്രം. കേരള സർവകലാശാലയുടെ 2021-2022 വർഷങ്ങളിലെ ONV പുരസ്കാരത്തിന് അർഹരായവർ. കേരള സർവകലാശാലയുടെ 2021-22 വർഷങ്ങളിലെ ONV പുരസ്കാരത്തിന് അർഹരായവർ:
2021 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് MK സാനുവിന്. 2022 കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് M മുകുന്ദന്. 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏത്? 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം. ഉത്തരം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ISRO പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാവുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 6ാം സ്ഥാനത്താണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത് എവിടെയാണ്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേലിന്റെ പ്രതിമ സ്ഥാപിതമാവുന്നത്. ഉത്തരം തിരുവനന്തപുരത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ. JC ഡാനിയേലിന്റെ പ്രതിമ നിർമ്മിക്കുന്ന ശില്പി കുന്നുവിള M മുരളി. JC ഡാനിയേൽ നിർമ്മിച്ച വിഗതകുമാരൻ എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യ സിനിമ. ലോക ബാലപുസ്തക ദിനം എന്ന്? ലോക ബാലപുസ്തക ദിനം. ഉത്തരം ഏപ്രിൽ 2. ഡെൻമാർക്കിൽ നിന്നുള്ള എഴുത്തുകാരനായ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിന്റെ ജന്മദിനമാണ് ലോക ബാലപുസ്തക ദിനമായി ആചരിക്കുന്നത്. മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രത്തിന്റെ പേര്? മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം. ഉത്തരം യോദ്ധാവ്. ആലപ്പുഴ മങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ. ആലപ്പുഴ മങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളുടെ പേര്? ആദ്യ പുണ്യ. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ജോൺ മാർഷലിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം ഏത്? പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ജോൺ മാർഷലിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ഹാരപ്പൻ മോഹൻജദാരോ നാഗരികതയുടെ കണ്ടെത്തലിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ജോൺ മാർഷൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥാപിതമാവുന്നത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാവുന്നത്? ഉത്തരം കൊല്ലം ജില്ലയിലെ മുണ്ടക്കൽ. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അടുത്തിടെ സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപിലേക്കു കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനം ഏത്? അടുത്തിടെ സിക്കിമിൽ നിന്നും സോളമൻ ദ്വീപുകളിലേക്ക് കയറ്റുമതി ചെയ്ത GI ടാഗ് പദവി ലഭിച്ച മുളക് ഇനം? ഉത്തരം ഡാലേ മുളക്. ഫയർബോൾ മുളക് അഥവാ ഡാലേ കുർസാനി എന്നും ഡാലേ മുളക് അറിയപ്പെടുന്നു. 2020 ഡാലേ മുളകിന് ഭൗമസൂചിക പദവി ലഭിച്ചത്. 2025 പുറത്തിറക്കിയ ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള വ്യക്തി ആര്? 2025 പുറത്തിറക്കിയ ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള വ്യക്തി? ഉത്തരം ഇലോൺ മസ്ക്. 2ാം സ്ഥാനത്ത് ജെഫ് ബസോസ്, 3ാം സ്ഥാനത്ത് മാർക്ക് സക്കർബർഗ്. ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1ാം സ്ഥാനത്തുള്ള വ്യക്തി മുകേഷ് അംബാനി, 2ാം സ്ഥാനത്ത് ഗൗതം അദാനി. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ചത് ആര്? ഉത്തരം തുഷാർ ഗാന്ധി. ഗാന്ധിജിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി. 1925 മാർച്ച് 12
ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചരിത്ര സമാഗമത്തിന് വേദിയായ വനജാക്ഷി മന്ദിരമാണ് ശതാബ്ദി സ്മാരക മ്യൂസിയമാക്കിയത്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത്? പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം. ഉത്തരം ഇൽ ഫ്ലോഗിയോ. ഇറ്റാലിയൻ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഉത്തരം ജോർദാൻ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ. ഉത്തരം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.